ചില പ്രത്യേക സാഹചര്യത്തിൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്ത നിരവധി പേർ രാഷ്ട്രീയ രംഗത്തുണ്ട്. മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും വഴി ഇത്തരത്തിൽ ഘോഷിക്കപ്പെടുകയും പിന്നീട് ആരാലും ഒരുപക്ഷെ പാർട്ടിയാൽ പോലും ഓർമ്മിക്കപ്പെടാതെ പോകുന്ന ചിലർ. അത്തരത്തിൽ വാർത്തകളിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ് PV അൻവർ. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് സ്വതന്ത്രനായി മത്സരിച്ച് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്ത നേതാവാണ് PV അൻവർ. സ്വതന്ത്രൻ എന്ന ലേബലിൽ തന്നെയായിരുന്നു അൻവറിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. പിന്നീട് K കരുണാകരൻ രൂപം നൽകിയ DIC-യിലേക്ക് മാറുകയും ശേഷം 2011 ഏഴനാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. പിന്നീട് 2014 വയനാട്ടിൽ പരാജയപ്പെട്ടു. അവിടെയും അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. 2016 ശേഷം വൻ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തതോടെ അൻവർ വലിയ രാഷ്ട്രീയ താരമായി മാറി. മാധ്യമങ്ങൾ അൻവർ എന്ന പേര് വളരെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. നിലമ്പൂർ പോലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി വന്ന് മികച്ച ഭൂരിപക്ഷം നേടിയ നേതാവ് എന്ന രീതിയിൽ അൻവറിനെ മാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തി. അങ്ങനെ നിലമ്പൂരിൻ്റെ അതികായനായ നേതാവായി PV അൻവർ മാറുകയായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിച്ചുവെങ്കിലും ആദ്യത്തെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വമ്പൻ ഇടിവ് സംഭവിച്ചു. എന്നിരുന്നാലും വിജയിച്ചത് അൻവർ തന്നെയായിരുന്നു. ഇടത് സ്വതന്ത്രനായി മാറിയ PV അൻവർ ഇടത് നേതാക്കളുടെ വിശ്വസ്തനും ഇടത് രാഷ്ട്രീയത്തിൻ്റെ കാവൽക്കാരനുമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ഓളമുണ്ടാക്കിയിരുന്ന അൻവർ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു വരുന്ന എല്ലാ ജ്വൽപ്പനങ്ങൾക്കും കർശനമായ കടുത്ത ഭാഷയിൽ തന്നെ അൻവർ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അൻവർ പതിയെ പതിയെ ഇടതിൻ്റെ പ്രിയപുത്രനായി മാറുകയായിരുന്നു. 2016 മുതൽ 2024 വരെ ഇടതുമുന്നണിയിലെ പ്രധാന താരം തന്നെയായിരുന്നു PV അൻവർ. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇടത് രാഷ്ട്രീയത്തെയും ഇടത് നേതാക്കളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്ന അൻവർ ഇന്ന് കാലുകുത്താൻ ഇടമില്ലാതെ കേരള രാഷ്ട്രീയത്തിൽ നെട്ടോട്ടമോടുകയാണ്. ഒടുവിലത്തെ കച്ചിത്തുരുമ്പായി കിട്ടിയ തൃണമൂൽ കോൺഗ്രസിലെ കേരള ഘടകത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് അൻവർ നടന്നു കയറാൻ ശ്രമിക്കുന്നത് UDF എന്ന അടുത്ത പാളയത്തിലേക്കാണ്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിത്വവും തമ്മിൽ വലിയ ചർച്ചകളും ആശങ്കകളും നിലനിൽക്കുമ്പോൾ മുന്നണികളെക്കാൾ ഒരുപക്ഷെ ഏറെ നെഞ്ചെടുപ്പ് കൂടുന്നത് PV അൻവറിന് തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ നിശ്ചയിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായിരിക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം PV അൻവറിൻ്റെ ഭാവി? ഒരർത്ഥത്തിൽ ഈ ഭാവി ജയപരാജയങ്ങളുടെ തുലാസിലാണ്. ജയിച്ചാൽ ഒരുപക്ഷെ ശക്തനായ ഒരു നേതാവിൻ്റെ താരോദയത്തിന് നമുക്ക് സാക്ഷിയാകാം. ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയും വിങ്ങലുമായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ UDF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ PV അൻവർ എന്ന പേര് ചരിത്രത്താളുകളിൽ പോലും ഇടം പിടിക്കാതെ പോയേക്കാനും സാധ്യതയുണ്ട്. വർഷങ്ങൾ താണ്ടും തോറും ഇടതുമുന്നണിയും വലതുമുന്നണിയും മറന്നുപോയേക്കാവുന്ന ഒരു പേരായി മാറാനുള്ള സാധ്യത ദൂരെയല്ല. ഈ സാധ്യതയെ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് പൊതുപ്രവർത്തകയും മുൻ വെൽഫെയർ പാർട്ടിയുടെ നേതാവുമായ ശ്രീജ നെയ്യാറ്റിൻകരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ നാട്ടുകാരൻ കൂടിയായ മുൻ MLA ആയ R സെൽവരാജിനെയാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ ഞാൻ R സെൽവരാജിനെ കുറിച്ച് ഈ വാളിൽ എഴുതിയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ CPM-ൽ നിന്നും MLA സ്ഥാനത്ത് നിന്നും രാജിവെച്ച് UDF പാളയത്തിലേക്കെത്തിയ രാഷ്ട്രീയ നേതാവ്. നെയ്യാറ്റിൻകരക്കാരനായ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച രാജിയായിരുന്നു സെൽവരാജിൻ്റേത്. കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനായി കണ്ടിരുന്ന സഖാവ്. അൻവറിനെ പോലെയല്ല സെൽവരാജ്. അദ്ദേഹം CPM മെമ്പറായിരുന്നു. ദീർഘകാലം CPM-ൻ്റെ പാഠശാല ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ്. CPIM ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന സഖാവ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സെൽവരാജ് ആദ്യമായി പാഠശാല മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. എന്നാൽ അന്ന് UDF-ലെ സുന്ദരൻ നാടാരോട് പരാജയപ്പെട്ട സെൽവരാജ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ സുന്ദരൻ നാടാരെ പരാജയപ്പെടുത്തി കേരള നിയമസഭയിലെത്തി. തുടർന്ന് 2011 നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ UDF-ലെ തമ്പാനൂർ രവിയെ പരാജയപ്പെടുത്തി 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സെൽവരാജ് 2012 മാർച്ച് 9 CPM-ൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും UDF-ൽ ചേരില്ല എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച സെൽവരാജിനെ രാഷ്ട്രീയ കേരളം ഓർക്കുന്നുമുണ്ടാകും. അധികം താമസിയാതെ തന്നെ സെൽവരാജ് UDF പാളയത്തിലെത്തി. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സെൽവരാജ് വിജയിക്കുകയും ചെയ്തു. എന്നാലോ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകര മണ്ഡലം സെൽവരാജിന്റെ കയ്യിൽ നിന്നും LDF പിടിച്ചെടുത്തു. അവിടെ തീർന്നു സെൽവരാജിന്റെ രാഷ്ട്രീയ പ്രസക്തി. CPM-ന്റെ തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവായിരുന്ന സെൽവരാജ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷമായി. അക്ഷരാർത്ഥത്തിൽ അയാൾ രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു.
അന്ന് ആർ സെൽവരാജിനോട് എന്ത് നിലപാടാണോ CPM സ്വീകരിച്ചത് അതേ നിലപാടാണ് ഇപ്പോൾ PV അൻവറിനോടും CPM സ്വീകരിക്കുന്നത്. അവഗണനയും പരിഹാസവും തന്നെ. ഇന്ന് രാഷ്ട്രീയ കേരളത്തിന്റെ ഓർമ്മയിൽ പോലും ആർ സെൽവരാജ് എന്ന നേതാവില്ല. ഒരു പ്രബല ഭരണവർഗ പാർട്ടിയിൽ ചേക്കേറിയിട്ട് പോലും അയാൾക്ക് രാഷ്ട്രീയമായി നിലനിൽക്കാൻ കഴിഞ്ഞില്ല. സെൽവരാജ് എവിടെയാണെന്ന് കോൺഗ്രസ്സുകാർക്കെങ്കിലും അറിയാമോ? അയാളെ കോൺഗ്രസ്സുകാരെങ്കിലും ഓർക്കുന്നുണ്ടാകുമോ? PV അൻവറിന്റെ അവസ്ഥ ആർ സെൽവരാജിനേക്കാൾ പരമദയനീയമായിരിക്കും. മസ്തിഷ്കം ഉപയോഗിക്കാൻ ശേഷിയില്ലാതെ പരാജയപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ നേതാവാണ് PV അൻവർ. ഒരു കാലത്ത് എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാണ്. സത്യത്തിൽ കഷ്ടം തോന്നുന്നു. സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ ദർശനവും കയ്യിലില്ലാതെ മീഡിയയുടെയും പണത്തിന്റെയും പിൻബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരാളാണ് PV അൻവർ. സോഷ്യൽ മീഡിയയിൽ പോലും സ്വന്തം റിസ്കിൽ നിലനിൽക്കാൻ അയാൾക്ക് കഴിയില്ല. കാരണം അയാളെ സോഷ്യൽ മീഡിയയിൽ നിലനിർത്തിയിരുന്നത് പാർട്ടി അണികളാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് LDF ഇട്ട ശേഷമുള്ള അയാളുടെ സോഷ്യൽ മീഡിയ പേജിന്റെ അവസ്ഥ. കുമ്മോളജികളുടെ സാഗരമാണിവിടെ. ഇപ്പോൾ തന്നെ അൻവറിനെ മീഡിയകൾ ഏറെക്കുറെ കൈവിട്ട് കഴിഞ്ഞു. താമസിയാതെ അയാളെ പൂർണ്ണമായും കൈവിടും. മീഡിയകളുടെ തണലിൽ ശാശ്വതമായി നിലനിൽക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരം മാത്രമാണ്. കാരണം മീഡിയകൾ അവരുടെ ആവശ്യത്തിനാണ് അൻവറിനെ ഉപയോഗിച്ചത്. മീഡിയകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ആര് നിന്നു കൊടുക്കുന്നുവോ ഭാവിയിൽ അവരുടെ അധപതനം ഉറപ്പാണ്. CPIM വിട്ടുപോകുന്നവർക്ക് CPMന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കൂടെ അതിജീവിക്കാൻ ശേഷിയുണ്ടാവണം. അതില്ലാത്തവർ അതിന് തുനിയുന്നത് രാഷ്ട്രീയ മണ്ടത്തരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതായിരുന്നു അവരുടെ വാക്കുകൾ. ഇതുതന്നെയാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ അൻവറിന്റെ കൂടെയുള്ളവർ ഭയപ്പെടുന്നതും. ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിന്റെ ഭാവി എന്തായിത്തീരുമെന്ന്.